അടുക്കള ഭരിക്കാനായിട്ട് ഇന്ന് ചെന്നപ്പോഴേ എൻ്റെ കണ്ണിൽ ആദ്യം ഉടക്കിയത് ഈ വെണ്ടയ്ക്കയാണ്. അപ്പോൾ പിന്നെ ഇന്ന് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി മതി എന്നുറപ്പിച്ചിട്ടാണ് ഞാൻ മുറ്റത്തിറങ്ങിയത്. അപ്പോഴുണ്ടല്ലോ ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് അമ്മ അവിടെ നിന്ന് വാഴക്കൊമ്പ് കൊത്തി അരിയുന്നു. അപ്പോൾ പിന്നെ മെഴുക്കുരട്ടി ക്യാൻസൽ, നമ്മുടെ വാഴക്കൊമ്പ് തോരൻ മതി ഇന്ന്. വരുമ്പോഴത്തേക്കിനും നമ്മുടെ മീനൊക്കെ ഒന്ന് പൊരിച്ച് വെക്കാമെന്ന് കരുതിയിട്ട് അമ്മ അവിടെ നിന്ന് കൊത്തിയരിഞ്ഞ സമയം കൊണ്ടുണ്ടല്ലോ ഞാൻ ആ മീനൊക്കെ ഒന്ന് മസാല പുരട്ടി പൊരിക്കാൻ വെച്ചു. അപ്പോഴത്തേക്കിനും വാഴക്കൂമ്പ് എത്തി. പിന്നെ അതിൻ്റെ അരപ്പൊക്കെ തയ്യാറാക്കി നമ്മൾ കടുകൊക്കെ വറുത്ത് വാഴക്കൂമ്പ് തോരൻ അടുപ്പത്താക്കി. ഈ സമയം കൊണ്ടേ അരി വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോയി അതൊക്കെ അടച്ചിട്ടു. പിന്നെയുള്ള തീയിലേ എനിക്ക് ചോറ് പൊതിയാനുള്ള ഇലയൊക്കെ ഒന്ന് വാട്ടിയെടുത്തു. അപ്പോൾ ചോറും വിളമ്പി വെച്ചിട്ട് ആവിയൊക്കെ കളഞ്ഞ് നമ്മൾ ഇലയിലേക്ക് തട്ടിക്കൊടുത്തു. പിന്നെ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ വെച്ചു കൊടുത്തു, മീൻ പൊരിച്ചത് 2 വെച്ചു കൊടുത്തു, അച്ചാർ വെച്ചു കൊടുത്തു. ഇതെൻ്റെ ഇന്നലത്തെ മീൻ തോരനാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.